എല്ലാവർക്കും വലിയൊരു ഹലോ ആൻഡ് നമസ്കാരം ഫ്രം ബാംഗ്ലൂർ ആൻഡ് വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ പൂജ. ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ സൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഉഗ്രൻ സുലൈമാനി ടീ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ്. കുറച്ച് പുതിനയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് മാത്രം ചായപ്പൊടി ഇട്ട് പഞ്ചസാര ഇല്ലാതെ ഉള്ള ചായയാണ്. ഞാൻ പാലൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അസിഡിറ്റിക്ക് നല്ല കുറവുണ്ട് കേട്ടോ. അതൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. കുറച്ച് നാരങ്ങയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഷബാഷ് ആയി. എന്തായാലും നമ്മൾ കുറച്ച് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് സദ്യക്ക് ഉണ്ടാക്കുന്ന പോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു അച്ചാർ ഉണ്ടാക്കാം. എന്നെ സഹായിക്കാനിരിക്കുന്ന ആളാണ് കേട്ടോ. ഇതാണ് സഹായം. എന്തായാലും ഞാൻ വേഗം കട്ട് ചെയ്തിട്ട് മാങ്ങയിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം അങ്ങ് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിങ്ങിൽ ബാക്കിയുള്ള പരിപാടി നടത്താം. ഇപ്പം നമുക്ക് എന്തായാലും ദോശയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്വിക്ക് ആയിട്ടുള്ള സബ്ജി ഉണ്ടാക്കാം. ഇത് ഇവിടുത്തെ അമ്മയുടെ ഒരു സ്പെഷ്യൽ സംഭവമാണ് കേട്ടോ. നന്നായിട്ട് ഉള്ളിയൊക്കെ മൂപ്പിച്ച് കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടി ഇട്ടിട്ട് കറിവേപ്പില ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് അടച്ച് വെക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് സാമ്പാർ കൂടി ഇട്ട് ഫിനിഷ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നമുക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കും പിന്നെ വേണമെങ്കിൽ ചോറിന് വരെ കൂട്ടി കഴിക്കാവുന്നതാണ്. നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി നമുക്ക് ശരിയാക്കാം. മാങ്ങയിലൊക്കെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിയും കായും ഉലുവപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് എണ്ണ ചൂടാക്കി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി ഫിനിഷ് ആയിരിക്കും. ഞാൻ പണ്ടേ തുടങ്ങി അച്ചാർ കുതിച്ചിയാണ്. അച്ചാർ മാത്രമല്ല ഉപ്പിലിട്ട സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടമാണോ? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഉപ്പിലിട്ടതിൽ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. എല്ലാവരും